പ്രാർത്ഥിക്കുന്നേ? ഭദ്രകാളി. ഭദ്രകാളിയോ? എവിടെ? ഇതാണോ ഭദ്രകാളി? എന്തൊരു അപരാധം കാണിച്ചു വെച്ചേക്കുന്നേ? എന്നതാണ് ഇത്? അയ്യോ, ഹീറോ ഹോണ്ടയുടെ ഗ്ലാമർ എന്ന് പറയുന്ന ബൈക്കാണത്. ഇപ്പൊ ശരിക്കും ഗ്ലാമറായി. അയ്യോ, റോയൽ എൻഫീൽഡ്, മേഴ്സിഡസ് ബെൻസ്. പെണ്ണില്ല, അവന് തന്തയില്ല. ഗേങ്ങാ അതെന്നാ ഗേങ്? ഇത് ഏത് ഗേങ്? പുള്ളിമാനൊന്നുമല്ല, ഇത് പടുവാണത്തിന്റെ കൈ കിട്ടിയ ഒരു പാവം ബൈക്കാണ്. അപ്പൂസ് ഗ്ലാമറിൽ കൺമഷി എഴുതിയവൻ. അത് എന്നതാണ് കാണിച്ചു വെച്ചത്? ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നത്തിൽ കണ്ട കല്യാണ ചെക്കൻ വന്നിരിക്കണോ? അതുപോലെ ഒരാള്. ഇന്ദ്രജാലക്കാരാ. ആദ്യ ഹെൽമെറ്റ് തലേന്ന് ഊരി വെക്കടാ. ചെവിയില് മറ്റേ പുന്നാരക്കൊടയൊക്കെ ഉണ്ടല്ലോ. എന്താപ്പ നിങ്ങന്റെ മറിമായം? ചെക്ക സുന്ദരനാട്ടോ, ഇഷ്ടാവും ആർക്കും. എന്റെ കാര്യല്ല സാർ, ഞാനൊരു പൊതുകാര്യം പറഞ്ഞേ ഉള്ളൂ. എന്തെങ്കിലും കാണിക്കേ, ഞങ്ങക്ക് ഫ്രീ വൈഫൈ ഉണ്ട്. എന്റെ ഗുരുവായൂരപ്പാ, നീ ഇതൊന്നും കാണുന്നില്ലേ? അല്ല, തുടക്കം പറഞ്ഞ ആരണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നത്തിൽ കണ്ട കല്യാണ ചെക്കൻ. ആ ആളെവിടെ? വന്നിരിക്കണോ? അതുപോലെ ഒരാള്. നമുക്ക് ആ ആളെയാണ് കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നത്തിൽ കണ്ട കല്യാണ ചെക്കൻ. കല്യാണ ചെക്കൻ ഇതാണോ? ഇതെന്ന് തലയിൽ ആൽമരോ? ഈ പുള്ളിക്കാരനും ഏതോ സ്കൂളിൽ അധ്യാപനാന്നാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു അധ്യാപനം പരിചയപ്പെട്ടായിരുന്നു. പുള്ളി മറ്റേ ഏതോ അനാഥ പ്രഥമ നടപ്പുണ്ട്. തലവിധല്ല, ഇതൊക്കെ കാണേണ്ടി വരുന്ന എന്റെ തലവിധി. തത്തമ്മ ചീട്ടെടുക്കാൻ വന്നുണ്ട്. വേണ്ടാ, സ്ലോ മോഷന് വരുന്നു. ലൂസ് മോഷൻ പിടിച്ച ആള്. ഏതോ മാഷിന്റെ ചന്തിക്കടി മേടിച്ച അനാഥപ്രദമായിട്ട് ഉണക്കി. തളപതി ഹോമിയോപ്പതി മാഷാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ക്ലാസ്സിലൊന്നും കയറരുത്, ഇങ്ങനെ നടന്നോണം കേട്ടോ, റാന്തലടിച്ച്. ഈ സാറോടെ ലൂസ് മോഷൻ കാണിച്ചോണ്ടിരിക്കും. നമുക്ക് മറ്റേ ആ സാറിനൊന്ന് കണ്ടേച്ചും വരാം. ഇത് എന്നതാടെ ചെവിയിൽ തൂക്കിട്ടേക്കുന്ന പുട്ടുകുറ്റിക്കകത്തിടുന്ന ചില്ലോ. That's why, in fact, I took my decision to arrange the marriage at the earliest. ഏതോ കൊടിച്ചിപ്പട്ടിയാണ്ട് മാന്തി വിട്ടിട്ടുണ്ട് കേട്ടോ. Is it convenient and comfortable for you? മാഷിന്റെ തലയിൽ എന്തോ മാഷെ? മാഷും ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്നായിരിക്കും പിള്ളേരെ പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ച് വട്ടായത് നമുക്കൊക്കെ. ഒന്നും പറയണ്ട, മിണ്ടാണ്ടിരി. നിങ്ങൾ അടിച്ച് അണ്ണാക്കി തരും. അണ്ണ ആ കാതി കിടക്കുന്ന ആരോ റൂട്ട് ബിസ്ക്കറ്റ് എനിക്ക് തരാവോ? അണ്ണന്റെ വായിക്കകത്ത് തന്നെ പുണ്ണാണോ? വാതുറന്നതിന് മൊഴി അണ്ണ. അണ്ണ ഫ്ലൂട്ടാണോ അണ്ണ? അണ്ണന് ഊക്കാണ് ഉള്ളു കേട്ടോ. അവന്റെ കുടുക്ക ഞാനൊന്ന് പൊട്ടിക്കും. ഭാര്യയുടെ സാരി കണ്ട് എടുത്ത് ഉടുത്തേക്കാണ്. നീ അതെടുത്ത് ചുറ്റി കഴുത്തേക്ക് കെട്ടി തൂങ്ങും. എന്ത് മലരി കാണിച്ചു വെച്ചേക്കണത്. നല്ലൊരു പാട്ടായിരുന്നത്, അത് നശിപ്പിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. മരപ്പണിക്ക് പോകുന്ന ആശാരിമാരുടെ ഉളിയുടെ പിടി പോലുണ്ട് തല. അണ്ണ ഫ്ലൂട്ടാണോ അണ്ണ? ഞാനത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊക്കെയാണ്. എടാ, ചെന്നൈയിലേക്ക് പോവാണ് വിജയണ്ണനെ കാണാൻ. ഇത് യവനല്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത്? അയ്യോ, ഇവ സീരിയസ് ആയിരുന്നോ? പോവാണ് വിജയണ്ണനെ കാണാൻ. എന്താകുന്നൊന്നും അറിയില്ല. കാണാൻ പറ്റുന്നതാണ് എന്റെ ഒരു 10 വയസ്സുള്ള വിവരം ഉണ്ടോ ഇവനൊക്കെ? കാണാൻ പറ്റുന്നതാണ് എന്റെ ഒരു ഭയങ്കര ഒരു ആത്മധൈര്യം. കാണും. അവിടെ ചെല്ലുമ്പോ വിജയണ്ണന്റെ കാണും, എന്തായാലും കാണും. നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും ആണ് എനിക്ക് വേണ്ടത്. വിജയണ്ണൻ കാണിച്ചു തരും. ഒരു അനിയനെ പോലെ, എന്നെ ഒരു ഏട്ടനെ പോലെ, ഒരു മകനെ പോലെ. ആരെപ്പോലെ? മകനെ പോലെയാ? ഏട്ടനെ പോലെ, ഒരു മകനെ പോലെ എല്ലാവരും കണ്ട് നിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കും. സപ്പോർട്ട് തരാം. ഞങ്ങളുടെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. മുത്തച്ഛനായിട്ട് പോലും കാണാൻ പറ്റത്തില്ല. കമന്റ് ചെയ്ത് എല്ലാവരും കമന്റ് ചെയ്ത്. കമന്റ് ഫുള്ള് ഊക്കാണ്. ഞാൻ അങ്ങനെ പോവാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പറിക്കും. ഇതിനെല്ലാം നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. ഞാനിപ്പോ ഇറങ്ങാണ്. വേണ്ട അത്രയും ഡ്രസ്സുകളൊക്കെ ഉണ്ട്. എല്ലാ മക്കളും അതിന് ഉത്തരവാദികളാണ്. എത്ര ദിവസമാവെന്ന് അറിയില്ല.
എൻ്റെ ഒരു ആഗ്രഹം. അത് ഞാനത് പോവുകയാണ്. മനുഷ്യനോട് ജീവിക്കാൻ പറ്റുള്ളൂ. അവനിടയ്ക്ക് അവന്റെ അമ്മനെ കാണുന്ന തൊലി. ഇനി മേലെ തിരിച്ചു വരരുത് കേട്ടോ. പോയ വഴിക്ക് പോക്കോണം. തമിഴ്നാട്ടുകാരെടുത്തോ, ഇവിടെ ഞങ്ങൾക്കൊന്നും വേണ്ട ഇതിന്. ഇങ്ങനെ കുറെ എണ്ണങ്ങളുണ്ട് തലയ്ക്ക് വെളിവില്ലാണ്ട് അണ്ണന്റെ ചുണ്ണിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. എല്ലാം പോട്ടെ കേട്ടോ. ഇവനെയൊക്കെ കൈ കിട്ടി കഴിഞ്ഞാൽ മൂന്ന ഇങ്ങനെ എടുത്ത് നീ ഏതാ മലരെ? അതെന്നാ മലരെ നീ അത് പൊട്ടിച്ച പോലെ ഇത് പൊട്ടിക്കാത്തത്? ഇവന്റെ ചെപ്പ നമുക്ക് കാരണം പൊട്ടിക്കണം. ഈ തവളാച്ചിക്ക് ഉണ്ടാകാൻ എന്നാ ചെയ്യേണ്ടത്? അഭിനയിച്ച് മരിക്കുന്നോ? റീച്ചിന് വേണ്ടി എന്താ കാണിക്കണം എന്നുള്ളത് സാമാന്യ ബോധമില്ലാത്ത പറയണം. ഇത് കഴിഞ്ഞില്ലേ? ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും 10 വർഷം പുറകോട്ട് പോയി കേരളം. സ്വയം മാസാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ആടല്ല, ഓട്. കാട്ടിലേക്ക് വല്ല ഓട്. ഞാൻ ഇന്നലെ രാത്രി ഉറക്കത്ത് പാമ്പിനെ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നെഴുന്നേറ്റു ഭയമോടെ ഉറക്കമോ വന്നതില്ല. അണ്ണം പാടുവാണോ അണ്ണ? ഞെട്ടിയുണർന്നെഴുന്നേറ്റു ഭയമോടെ ഏതായി ടുട്ടുമോൻ? ഉറക്കമോ വന്നതില്ല. പാമ്പ് ചുണ്ണിക്ക് കടിച്ചെന്നോ? അനക്കൊന്നുമില്ല. പാമ്പിനെ സ്വപ്നം കണ്ട് എന്റെ ജീവൻ ഉണ്ടോ ഇതിന്? ഇത് ചുണ്ടൊക്കെ അനങ്ങുന്നുണ്ട്. ഉറങ്ങരുത്, ഞാൻ ഉറക്കി തരാം. ഇവനെയൊക്കെ വല്ല പുലിയും കടിച്ചിട്ട് വരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. അണ്ണ കീറി പിടിക്കല്ലേ അണ്ണ? അയ്യോ, എന്തൊരു ധൈര്യല്ലേ! സമ്മതിക്കണം. ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്നത്തെ കയറ്റി വിടറാ ഈ വിടവനെ. ആ എഡിറ്റ് ചെയ്ത് വിട്ടവനെ, ആ നിക്കണവനെയും കൂടി അതിനകത്ത് പിടിച്ചിട്ട്. എനിക്ക് വയ്യെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ റിയാക്ട് ചെയ്യുന്ന ഫുള്ളും വയ്യാത്ത ആൾക്കാരാണ്. എനിക്കും വയ്യ. ഊക്കി ഞാൻ മടുത്ത്. മെസ്സേജ് അയച്ച് സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നു, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നു ഒക്കെ നോക്കി കുത്തിരിക്കാൻ എനിക്ക് അണ്ണന് വയ്യ. വയ്യെങ്കിൽ ഒന്ന് പൊട്ടി കരഞ്ഞൂടെ? എന്നാ പറ്റി ചേച്ചി? കിടന്ന് മോങ്ങാതെ കാര്യം പറഞ്ഞതള്ളേ. ഏത് വണ്ടി സ്റ്റാർട്ടാക്കൊണ്ടിരിക്കേ? കുറെ ഉണ്ടല്ലോ കഴുത്തേലും കയ്യിലൊക്കെ. സ്വർണ്ണത്തിനൊക്കെ എന്നാ വില? ഒരാളുടെ കരച്ചിൽ കണ്ടിട്ട് ചിരി വരുന്ന ആദ്യമായിട്ട്. പട്ടി മോങ്ങളവരെ മോങ്ങും ഇൻസ്റ്റാഗ്രാമിനകത്ത് കയറി കിടന്നു. അത് അങ്ങനെ കുറെ ഉണ്ടാകുമ്പോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇത് കണ്ടോണ്ടിരിക്കാനായിട്ട്. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. സുരേഷ് ഗോപി കറക്റ്റ് അല്ലേ? സുനിൽ കുമാർ എന്നാണ് ആളുടെ പേര്. എന്താണ് ഇതത് ഒപ്പിച്ചെടുത്ത് കറക്റ്റായിട്ട് അല്ലേ? സമ്മതിക്കണം ചേട്ടാ, ഒരു രക്ഷയില്ല. അതായാലും അതൊരു കഴിവ് തന്നെയാണ്. എന്താണേലും ഇത്രയോളം എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. എൻ്റെ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ഡിസ്ക്രിപ്ഷനുണ്ട് ലിങ്ക്. സോ ബൈ ഫോർ നൗ.